അതാ എന്തൊരു അടിപൊളി മഴയാണ്. മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. ഗംഭീര മഴ. ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും നല്ല മഴയല്ലേ? ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴ തന്നെയാണ്. അപ്പോൾ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോഴേ ഇങ്ങനെ തണുപ്പ്. ഇപ്പം ഞാൻ എൻ്റെ പോഞ്ചോ ഒന്ന് എടുത്തിട്ടതാണ്. സുഖ ഇതിട്ടിട്ട് ഇങ്ങനെ അകത്ത് നടക്കുമ്പോഴും കിച്ചണിൽ നിൽക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. അപ്പം ഇന്നെന്താ പരിപാടി? ഇന്ന് ഞാൻ ഒരു മീൻകറി വെക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടമാവുമോ നോക്കുക, അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മീനാണ്, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ചൂട. ഞങ്ങളിവിടേക്ക് ചൂടാന്ന് കേട്ടോ പറയാ. കൊഴുവ, നെത്തോലി എന്നൊക്കെ ഇതിനെ പറയാൻ തോന്നണം. എനിക്ക് അത്ര ശരിക്കും അറിയില്ല. എന്തായാലും ഇത് ഞങ്ങളുടെ ചൂട മീനാണ്, വെള്ളച്ചൂട എന്ന് പറയും. ഇതിനിവിടെ തന്നെ ഒരു ബ്രൗൺ കളറിലും ഒരു റെഡ് കളറായിട്ട് വരുന്നതുണ്ട്. അതിന് ചുമന്ന ചൂട എന്ന് പറയും. ഇതിന് വെള്ളച്ചൂട. ഇത് വളരെ ടേസ്റ്റാണ്. കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുളക് കറി, മുളകിട്ട് കറി വെച്ച് നല്ല ടേസ്റ്റാണ്. നാളികേരമൊന്നും അരക്കില്ല കേട്ടോ. ഒരു മുളക് കറിയാണ് വെക്കാൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ചൂടക്കറി ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, ഞാൻ എടുത്തിരിക്കണേ ഒരു മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും മീൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ആദ്യം കുറച്ച് ഇഞ്ചിയും ചുവന്നുള്ളി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര പോകുന്നൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 2-3 ചുവന്നുള്ളിയാണ് ചതച്ചിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഒരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ നടു കീറിയിട്ട് ഇടുക. വേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ആണ് ഇടുക. പുളി എത്രത്തോളം ചേർക്കുന്നുണ്ട് അതിനനുസരിച്ച് എരിവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് തക്കാളിയാണ് കേട്ടോ. തക്കാളിയും നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട്, ഞാൻ കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ഇടല്. അപ്പോൾ ഇതെല്ലാം ഈ കറിയിൽ ഇങ്ങനെ വെന്ത് ചേർന്ന് വരണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. വലിയ പീസായി ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൽ ചേർന്ന് കറിക്ക് കട്ടി വരില്ല. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി, ഒരു വലിയ നാരങ്ങയുടെ അത്രയും പുളി എടുത്തിട്ട് പിഴിഞ്ഞ് അതാണ് ഞാനിതിൽ ഒഴിക്കുന്നത് കേട്ടോ. അതും കൂടി ഒഴിച്ചു. ഇതെല്ലാം കൂടി നന്നായി ഇങ്ങനെ നല്ല അമർത്തി ഞെക്കി പിഴിഞ്ഞെടുക്കണ്ട. ഒന്നിങ്ങനെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൂട്ടി വെച്ചിരിക്കും. പിന്നെ ഇതിൽ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ ആദ്യം വെളുത്തുള്ളി ചതച്ച പാത്രത്തിലൊന്നും കൊണ്ടുപോയി ചതയ്ക്കരുത്. ഞാൻ ഉണ്ടാക്കുന്ന കറിയിൽ വെളുത്തുള്ളി ഒന്നും ഇടില്ല. അതുപോലെ പെരുംജീരകം, അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇതിന് വരരുത്. അങ്ങനെ വന്നാൽ ഈ കറിക്ക് അത്ര ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റോ ഒന്നും വരില്ല, ഒന്നും ഉണ്ടാവരുത്. വെളുത്തുള്ളിയൊക്കെ മീനിലിടുമ്പോൾ മീനിന് ആ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് പിടിക്കും. ഇനിയാണ് സ്റ്റൗ കത്തിക്കുന്നത്. ഇപ്പോൾ സ്റ്റൗ വെച്ചില്ല. ഇനി നമുക്കിതിലേ കുറച്ചും കൂടി വെള്ളം വേണം കേട്ടോ. ഇപ്പോൾ ആദ്യം ഒന്ന് പുളി ഒഴിച്ചാൽ വെള്ളം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വറ്റി വരണം. മുളകും മല്ലിയും എല്ലാം ഒന്ന് വെന്ത് സെറ്റാവാണ്ട്. അതിന് ശേഷമാണ് നമ്മൾ
മീൻ ഇട്ട് കൊടുക്കുക. കുഞ്ഞു മീനല്ലേ, അപ്പോൾ അവസാനമായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. കിടന്ന് അധികം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാകെ ഇത് കലങ്ങി പോകും. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വറ്റി സെറ്റായി വരണം ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ അതിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി അത് ഇന്ന് വേവട്ടെ. മുളകും പുളിയും ഒക്കെ ഒന്ന് വെന്ത് സെറ്റാവട്ടെ കേട്ടോ. പിന്നെ കുഞ്ഞു മീനുകളൊക്കെ ഇങ്ങനെ മുളക് കറി വെക്കുന്നതാ ടേസ്റ്റ്. തേങ്ങ അരച്ചും വയ്ക്കാം, അങ്ങനെ വയ്ക്കുന്നവരുണ്ട്, തേങ്ങ പാലൊഴിച്ച് വയ്ക്കുന്നതുണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് അധികം ഉണ്ടാക്കുക. അധികമൊന്നുമല്ല, ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഇതിങ്ങനെ നല്ല കുറുകി വന്ന് നല്ല രസമായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ, പെരിഞ്ചീരകമോ വെളുത്തുള്ളിയോ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇതിൽ വരരുത്. തിളച്ചുകൊണ്ടിരിക്കണ്ട. ഇപ്പോൾ കറി ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ആ വെള്ളത്തിൽ നിന്നൊക്കെ കുറഞ്ഞു വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ടേ, ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കുറേശ്ശായിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ടതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. കാരണം മീൻ ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഇട്ട് കൊടുത്താൽ മീനിന് നല്ല മഞ്ഞ കളർ കിട്ടും. എനിക്കത് ഇഷ്ടമാണ്. മീൻ ഒരു മഞ്ഞ സുന്ദരിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യും. ആദ്യം മഞ്ഞൾപ്പൊടി ഇടും, അതിന് പുറമെ മീൻ ഇട്ടതിൽ ഒരു നുള്ള് ആ മീനിൻ്റെ മുകളിൽ കളർ പിടിക്കാൻ വേണ്ടി മാത്രം. കൂടുതലിട്ടാൽ വല്ലാത്തൊരു ചൊയ്യൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും ഇടരുത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മീനിനെ സുന്ദരിയാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. വന്നു തുടങ്ങി തിള വന്ന് ഒരു 2-3 മിനിറ്റ് മാത്രം ഇത് അങ്ങനെ വെച്ചാൽ മതി, നന്നായി തിളച്ചിട്ട്. പിന്നെ ഇരുന്ന് ഓഫാക്കി വെച്ചാൽ തന്നെ മൺചട്ടിയിലല്ലേ, അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് സെറ്റാവും കറി. നല്ല ടേസ്റ്റാണ്. അതൊക്കെ ചോറിൻ്റെ ഒപ്പം കഴിക്കാം. പിറ്റേന്ന് എടുത്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒപ്പം കഴിക്കണം, പുട്ടിൻ്റെ ഒപ്പം കഴിക്കുക എന്ന് വെച്ചാൽ അടിപൊളിയാണ്. അപ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നന്നായി വന്നിട്ടുണ്ടാവും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുക. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേട്ടാ. മീനിട്ട് കൊടുത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ചട്ടി നല്ല ചൂടിലല്ലേ, ഇട്ടത് ആദ്യം തന്നെ അവിടെ പോയിട്ട് അടിയിൽ പിടിക്കൂലേ ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും അറിയിക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ വെക്കുന്ന സ്റ്റൈലിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് വെച്ചിട്ട് ടേസ്റ്റ് ഇഷ്ടമായാൽ കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ. കഴിഞ്ഞിട്ടില്ല, കുറച്ച് മിനുക്ക് പണി കൂടിയും ബാക്കിയുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. എന്താന്ന് മിനുക്ക് പണി എന്താണെന്നല്ലേ, ഇത് കണ്ടോ, കുറച്ച് വേപ്പില എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി ഞെരടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതൊന്ന് വേപ്പിലൊന്ന് ഇട്ടൊന്ന് ആ വേപ്പിലൊന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അതായത് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കല്ലേ, അധികം മീനിട്ടിട്ട് അധികം ഒന്നും ഇളക്കരുത്. ഇളക്കിയാൽ മീനൊക്കെ ആകെ കലങ്ങിപ്പോകും. കാരണം ഇത് ചെറിയ മീനായതുകൊണ്ട് പ്രത്യേകിച്ചും. നല്ല തിള വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇതിൽ ഉള്ളി വറവിടൊന്നുമില്ല, ഉള്ളിയും കടുകൊന്നും വറവിടില്ല. അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കണം, എന്നിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ സ്പൂൺ കൊണ്ട് 1.5 സ്പൂണിന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്പൂണിന് 1.5 സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായി. അപ്പോൾ മനസ്സിലായില്ലേ? ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കി വിടുമ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് അതെല്ലാം മീൻകറിയും അങ്ങനെ തന്നെ വലിയൊരു ഇത് തോന്നില്ല. പക്ഷെ 1 മണിക്കൂറെങ്കിലും ഇതൊക്കെ ഇരിക്കണം. പാത്രപ്പാകം എന്ന് പറയില്ലേ, നമ്മുടെ ഈ ചട്ടിയിലിരുന്നിട്ട് ഒന്ന് സെറ്റായി അതിൻ്റെ ഫ്ലേവറും എല്ലാം കറക്റ്റായി വരാണ്ട്
1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ മീൻ കറി ആയിരിക്കും. മനസ്സിലായ? പിന്നെ ഇതെന്താ പിന്നെ വെള്ളം എന്നും വിചാരിക്കേണ്ട, ഇതിൽ വറ്റിച്ചെടുക്കേണ്ടവർക്ക് വറ്റിച്ചെടുക്കാം. ഞാനെപ്പോഴും ഇത്തിരി ഇങ്ങനത്തെ കറിയാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടെ വറ്റിക്കണമെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചിട്ടും ഒക്കെ എടുക്കാം. പക്ഷേ ഇത് ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും കറി നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ടാകും. കാരണം മൺചട്ടിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഇത്ര വലിയ സംഭവമായിട്ടുള്ള കറിയൊന്നുമല്ല, സാധാ ഒരു ചൂടക്കറി മീൻ കറിയാണ്. പിന്നെ ഇതിങ്ങനെ ഇരുന്നിട്ടേ നാളെ രാവിലെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ ആവുക, ഭയങ്കര രസമാണ്. പുട്ടിൻ്റെ ഒക്കെ ഒപ്പം അയ്യോ സൂപ്പർ, പുട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയും ടേസ്റ്റായി മീൻ കറി പുട്ടിൻ്റെ ഒപ്പം കൂട്ടുമ്പോൾ. ദോശയുടെ ഒപ്പം ഒക്കെ ഏറ്റവും സൂപ്പർ പുട്ടിൻ്റെ ഒപ്പം കൂട്ടുന്ന നല്ല രസമാണ് പുട്ടും മീൻകറി, ഈ മീൻ കറിയും കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.